ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. ഇന്ത്യൻ വ്യോമയാന രംഗത്ത് പുതിയ അധ്യായം തുറന്ന് എയർ ഇന്ത്യ. പൂർണ്ണമായും പുതുക്കിപ്പണിത് ആദ്യ വൈഡ് ബോഡി വിമാനം ഡൽഹിയിലെത്തി. നവീകരിച്ച ബോയിംഗ് 7878 ഡ്രീം ലൈനർ ഇനി യാത്രാനുഭവം തന്നെ മാറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. എയർ ഇന്ത്യയുടെ നവീകരിച്ച ആദ്യ ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനമാണ് റെട്രോഫിറ്റ് നടപടികൾ പൂർത്തിയാക്കി ഡൽഹിയിലെത്തിയത്. VTAND രജിസ്ട്രേഷനുള്ള വിമാനം യുഎസിലെ കാലിഫോർണിയയിലെ ബോയിംഗ് മോഡിഫിക്കേഷൻ സെന്ററിൽ 263 ദിവസത്തെ പ്രവർത്തികൾക്ക് ശേഷമാണ് ഇന്ത്യയിലെത്തിയത്. പഴയ സീറ്റുകൾ ഇന്റീരിയറും പൂർണ്ണമായും മാറ്റി 3 ക്ലാസുകളിലായി ആഡംബര സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബിസിനസ് ക്ലാസ്സിൽ 1-to-1 ലേഔട്ട്, ഓരോ സീറ്റിനും സ്ലൈഡിംഗ് ഡോറ്, 79 ഇഞ്ച് ബെഡ് സൗകര്യവും എന്നിവയാണ് പ്രധാന പ്രത്യേകതകൾ. പ്രീമിയം ഇക്കോണമിയിലും ഇക്കോണമിക് ക്ലാസ്സിലും കൂടുതൽ ലെഗ് സ്പേസ്, 4K സ്ക്രീനുകൾ, പുതിയ സിറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തി. പാനസോണിക് സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ പറക്കുന്നതിനിടെ ഇന്റർനെറ്റ് ലഭ്യമാകും. $400 ബില്യൺ ഈ പദ്ധതി പ്രകാരം 2027ഓടെ എല്ലാ ഡ്രീം ലൈനർ വിമാനങ്ങളും നവീകരിക്കും. ടാറ്റ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 2028ഓടെ മുഴുവൻ വൈഡ് ബോഡി ഫ്ലീറ്റും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോ പുതിയ മാറ്റങ്ങളോടെ ഡോമിനാർ 400 2026 പതിപ്പ് വിപണിയിൽ അവതരിപ്പിച്ചു. എഞ്ചിൻ ശേഷി കുറച്ച് GST സ്ലാബ് മാറ്റത്തിന്റെ ആനുകൂല്യത്തോടെ വില ഗണ്യമായി കുറച്ചാണ് വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ 2026 ബജാജ് ഡോമിനാർ 400 മോഡലിൽ എഞ്ചിൻ ശേഷി 373 cc-യിൽ നിന്ന് 349.13 cc-യായി കുറഞ്ഞതാണ് പ്രധാന മാറ്റം. ഇതോടെ GST നിരക്ക് 40% നിന്ന് 18% താഴ്ന്നു. അതിന്റെ ഫലമായി ബൈക്കിന്റെ വില 37,000 രൂപ വരെ കുറഞ്ഞ് 2.03 ലക്ഷം രൂപ എക്സ് ഷോറൂം വില. എഞ്ചിൻ സ്ട്രോക്ക് ലെങ്ത് കുറച്ചാണ് ഈ മാറ്റം സാധ്യമാക്കിയത്. പുതിയ മോഡൽ 9,000 RPM-ൽ 40.04 bhp കരുത്തും 7,500 RPM-ൽ 33.2 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. മുൻപത്തെ മോഡലിനെ അപേക്ഷിച്ച് ടോർക്ക് കുറവാണെങ്കിലും ഭാരം 3 കിലോ കുറഞ്ഞ് 190 കിലോയാക്കി. ഡിസൈൻ ഘടകങ്ങളിൽ വലിയ മാറ്റമില്ല. പെരിമീറ്റർ ഫ്രെയിം, 17 ഇഞ്ച് അലോയ് വീലുകൾ, USD ഫോർക്കുകൾ, മോണോഷോക്ക് സസ്പെൻഷൻ എന്നിവ പഴയതുപോലെ തുടരുന്നു. സുരക്ഷയ്ക്കായി ഡ്യുവൽ ചാനൽ ABS ഉൾപ്പെടെ ഡിസ്ക് ബ്രേക്കുകളും നൽകിയിട്ടുണ്ട്. 13 ലിറ്റർ ഫ്യൂൽ ടാങ്കോട് കൂടിയ ഈ ബൈക്ക് നിലവിൽ ബ്ലാക്ക്, ഗ്രീൻ എന്നീ നിറങ്ങളിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ മോട്ടോറോളയുടെ പുതിയ ഫോൺ അടുത്ത ആഴ്ചയിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. എഡ്ജ് 70 Pro എന്ന പേരിൽ അൾട്രാ സ്ലിം എഡ്ജ് 70 നിരയിലാണ് പുതിയ ഫോൺ അവതരിപ്പിക്കുന്നത്. എഡ്ജ് 70നെ അപേക്ഷിച്ച് നിരവധി അപ്ഗ്രേഡുകളുമായാണ് പുതിയ ഫോൺ വിപണിയിലെത്തുക. ഏപ്രിൽ 22-നാണ് പുതിയ ഫോൺ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. ഫ്ലിപ്കാർട്ട്, മോട്ടറോള സ്റ്റോർ, പ്രമുഖ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ വഴി ഉപഭോക്താക്കൾക്ക് ഈ ഫോൺ വാങ്ങാം. ലിലി വൈറ്റ്, T, ടൈറ്റൻ എന്നീ പാൻട്രോൺ കളർ ഓപ്ഷനുകളിലാണ് ഇത് ലഭ്യമാകുക. 144 Hz റിഫ്രഷ് റേറ്റും 5200 നിറ്റ്സ് ബ്രൈറ്റ്നസുമുള്ള 6.8 ഇഞ്ച് 1.5K അമോൽഡ് ഡിസ്പ്ലേയാണ് ഫോണിലുണ്ടാവുക. മീഡിയാടെക് ഡയമൻസിറ്റി 8500 എക്സ്ട്രീം ചിപ്സെറ്റാണ് ഇതിന് കരുത്തു പകരുക. വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6500 mAh ബാറ്ററിയും 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും ഇത് വാഗ്ദാനം ചെയ്യുന്നു. 2 ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് കമ്പനി അവകാശപ്പെടുന്നു. ക്യാമറ വിഭാഗത്തിൽ 50 MP സോണി ലൈറ്റിയ 710 സെൻസർ, 50 MP അൾട്രാ വൈഡ് ലെൻസ്, 50 MP ഫ്രണ്ട് ക്യാമറ എന്നിവ ഉൾപ്പെടുന്നു. കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ചിത്രങ്ങൾ ലഭിക്കാൻ AI ഫീച്ചറുകളും ഇതിലുണ്ടാകും. ആൻഡ്രോയിഡ് 16 അടിസ്ഥാനമാക്കിയുള്ള ഹലോ UI-യിലാണ് ഇത് പ്രവർത്തിക്കുക. 3OS അപ്ഗ്രേഡുകളും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ലഭിക്കും. ഔദ്യോഗിക വില പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 31,999 രൂപ മുതൽ 37,999 രൂപ വരെ വില വരാമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.